അമേരിക്കയുമായും ഇസ്രായേലുമായും സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ തങ്ങളുടെ പൌരന്മാർക്ക് ആയുധ പരിശീലനം നൽകാൻ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള പള്ളികളിൽ പുരുഷന്മാരും സ്ത്രീകളും യുവാക്കളും കൌമാരക്കാരും ആയുധങ്ങളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. ദേശീയ പ്രതിരോധത്തിനായുള്ള പൊതുജനങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് ഇതെന്നും 3.1 കോടിയിലധികം ആളുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ വ്യക്തമാക്കി. ഇറാനിയൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രതിരോധ പ്രവർത്തനം സാൻഫിദ ബറായെ ഇറാൻ എന്ന പ്രത്യേക സൈനിക നീക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അമേരിക്കയുമായും ഇസ്രായേലുമായും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണയ്ക്കുന്നതിനായി പൌരന്മാരെ ഏകോപിപ്പിക്കുക എന്നതാണ് ഈ പരിശീലന പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഈ ക്യാമ്പയിനിൽ സന്നദ്ധ പ്രവർത്തകരായി രജിസ്റ്റർ ചെയ്യാൻ ജനങ്ങളോട് ഇറാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ തയ്യാറെടുപ്പിനും പരിശീലനത്തിനുമുള്ള പ്രധാന കേന്ദ്രങ്ങളായി സർക്കാർ പള്ളികളെ മാറ്റിയിരിക്കുകയാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ പൊതു തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്തുന്നതിനായി അഹ്വാസ്, കെർമാൻ, ബിജാർ, ഷിറാസ്, സഹദാൻ തുടങ്ങിയ നഗരങ്ങളിലെ പള്ളികളിലാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും കൌമാരക്കാരെയും ഒരുമിച്ചുകൂട്ടി പരിശീലനം നൽകുന്നത്. ഈ പ്രത്യേക ക്യാമ്പയിനിന്റെ ഭാഗമായി ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വേർപെടുത്തുന്നതിലും വളണ്ടിയർമാർക്ക് തന്ത്രപരവും പ്രായോഗികവുമായ പരിശീലനം ലഭിക്കുന്നു. ടെഹ്റാനിൽ രാത്രികാലങ്ങളിൽ നടക്കുന്ന സർക്കാർ അനുകൂല റാലികളിൽ പ്രാദേശിക നിവാസികളെ തോക്കുകൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. മുഴുവൻ കുടുംബങ്ങളും യുവാക്കളും കൌമാരക്കാരും പരിശീലന സെഷനുകളിൽ ആവേശത്തോടെ പങ്കെടുത്തു. പള്ളികൾക്കുള്ളിൽ നടക്കുന്ന ഈ പരിപാടികൾ ആളുകളെ സ്വയം പ്രതിരോധ കഴിവുകൾ പഠിപ്പിക്കുകയും ആയുധങ്ങൾ മനസ്സിലാക്കുകയും കൂട്ടായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംരംഭം പൊതുജന അവബോധം വർദ്ധിപ്പിക്കുകയും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഇറാൻ സർക്കാർ വിശ്വസിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിൽ കടുത്ത ആശങ്ക അറിയിച്ച് ഇന്ത്യയും രംഗത്തെത്തി. സിവിലിയൻ ജീവനക്കാരുടെ സുരക്ഷ അപകടത്തിലാക്കുന്നതും രാജ്യാന്തര കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതുമായ ഇത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി വ്യക്തമാക്കി. സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്ന രാജ്യാന്തര നിയമങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. ഊർജ്ജ വിതരണ ശൃംഖലയുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ യുഎൻ സാമ്പത്തിക സാമൂഹിക കൌൺസിൽ സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായ ഊർജ്ജവള പ്രതിസന്ധികളെ നേരിടാൻ ഹ്രസ്വകാല സംഘടനാപരമായ നടപടികളും അന്താരാഷ്ട്ര സഹകരണവും അനിവാര്യമാണെന്ന് യോഗത്തിന് ശേഷം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 5-1 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഹോർമൂസ് കടലിടുക്ക്. ഫെബ്രുവരി 28 ആരംഭിച്ച പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് മേഖലയിലെ കപ്പൽ ഗതാഗതം കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. യുഎസും ഇസ്രായേലും ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണങ്ങളും അതിനെ തുടർന്നുണ്ടായ പ്രത്യാക്രമണങ്ങളുമാണ് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കിയത്. സമാധാന ചർച്ചകൾ തങ്ങൾക്കുകൂടി സ്വീകാര്യമായ രീതിയിൽ ധാരണയിലെത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ യുഎസുമായി നേരിട്ടുള്ള സൈനിക സംഘർഷം പുനരാരംഭിക്കാൻ ഇറാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്കുള്ള ടോൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. അതേസമയം സമാധാന ചർച്ചയിൽ ഉടൻ ധാരണയിലെത്തിയില്ലെങ്കിൽ ഇറാന് ഏറ്റവും മോശം സമയം ആയിരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. ഇറാനെതിരെ അമേരിക്ക നടത്തുന്നത് സ്വയം തിരഞ്ഞെടുത്ത യുദ്ധമാണെന്നും ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ യുഎസ് ജനത അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ധനവില വർധനവിനും ഓഹരി വിപണിയിലെ തകർച്ചയ്ക്കുമപ്പുറം രാജ്യത്തിന്റെ കടബാധ്യതകളും പലിശ നിരക്കുകളും കുതിച്ച് ഉയരുമ്പോഴായിരിക്കും അമേരിക്ക യഥാർത്ഥ പ്രതിസന്ധി നേരിടുകയെന്ന് അരാക്ചി ചൂണ്ടിക്കാട്ടി. യുഎസിൽ നിലവിൽ വാഹന വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരുടെ നിരക്ക് കഴിഞ്ഞ 30 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന സാമ്പത്തിക യാഥാർത്ഥ്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.